ആരാടാ അത്? ആരാ ടീന സൈഫോണ്? മഹശ്വിൻ. ആര്? മഹശ്വിൻ. ആ, ഓക്കെ ഓക്കെ, മഹസിൻ. ഓക്കെ. ഓ, മഹസിൻ ടീന സൈഫോൺ അല്ല. പേരൊന്ന് മാറ്റണം കേട്ടോ, മഹസിനെ. ഓക്കെ. ആ, പോരണ്ട, അടുത്തിൽ മാറ്റിക്കോ. എന്നാലേ എനിക്ക് ഓർമ്മയിലൊക്കെ ഇത്ര ആൾക്കാരൊക്കെ വന്നീണോ ഇല്ലയെന്നൊക്കെ. ആ. അറ്റൻഡൻസ് എടുക്കുമ്പോ അതിന് വേണ്ടിയിട്ടാ. ഓക്കെ. ഓക്കെ. കൺസ്യൂമർ തെറ്റായല്ലോ. പിന്നെ അത് അവസാനത്തെ ഈ ഒരു പോയിന്റും കൂടി ഉള്ളൂ ഈ ചാപ്റ്ററിൽ. നോക്കിക്കോ, ഇത് നോക്കിക്കോ, ഒന്ന് നോക്കിക്കോ. ഓക്കെ. ആസ് കൺസ്യൂമേഴ്സ് വാട്ട് ഓൾ റൈറ്റ്സ് ഡു വി ഹാവ് വൈൽ ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസ്. നമുക്ക് നമ്മളൊക്കെ കൺസ്യൂമർ ആണ് അല്ലേ? നമ്മളൊക്കെ സാധനങ്ങൾ വാങ്ങിക്കലുണ്ട്. ഈ സാധനം വാങ്ങിച്ചിട്ട് ഈ സാധനം വാങ്ങിച്ചിട്ട് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് വീട്ടിൽ നോക്കുമ്പോൾ നല്ല സാധനമല്ല. അത് ശരിയായിട്ടുള്ള പരിപാടിയാണോ? അല്ല. ഇല്ല. നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് അത് ഉപയോഗിക്കാൻ പറ്റണം, ഉം. അല്ലേ? ആ. ഉം. അപ്പൊ നമുക്ക് കുറച്ച് എന്തുണ്ട്? നമുക്ക് കുറച്ച് റൈറ്റ്സ് ഉണ്ട്. കൺസ്യൂമേഴ്സിന് കുറച്ച് റൈറ്റ്സ് ഉണ്ട്. അതൊക്കെയാണ് എന്ത്? ഒന്ന് ക്വാളിറ്റി. ആ ഉം. നല്ല ക്വാളിറ്റി ആയിരിക്കണം, ആ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഉം. ഉം. അങ്ങനെയുള്ള ക്വാളിറ്റി ആയിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആൾക്കാർ വിൽക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഷോപ്പ്, നമ്മൾ ഓണ ഷോപ്പിൽ നിന്ന് അവർ തരേണ്ടത്. അതിന്റെ ഓണർ. ആഫ്റ്റർ സെയിൽ സർവീസ്. എന്തായിരിക്കും ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറഞ്ഞാൽ? ഉം. ആഫ്റ്റർ സെയിൽ സർവീസ് എന്തായിരിക്കും? റിട്ടേൺ അടിക്കുക. എന്ത്? റിട്ടേൺ അടിക്കണതിനാണോ? ആ, റിപ്പയർ എടുക്കണം, അത് തന്നെ. ആ, നമ്മൾ സാധനം സാധനം വിറ്റ് കഴിഞ്ഞ് ഇപ്പൊ നമ്മളൊരു കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അത് കേടുവന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ ചില കടക്കാർ പറയുന്നത് തിരിച്ചെടുക്കില്ല എന്നൊക്കെ പറയും. കാറ്. ഉം. ആ, പക്ഷെ തിരിച്ചെടുക്കൂല, പക്ഷെ ചിലർ നന്നാക്കി തരാന്ന് പറയാം, അല്ലേ? ഉം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഫ്റ്റർ സെയിൽ സർവീസ് എന്നൊക്കെ പറയുന്നത്. സാധനം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് കഴിഞ്ഞാലും അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സർവീസ് ചെയ്ത് തീർക്കുക എന്നുള്ളത് അതെന്താണ്, അത് നമുക്ക് കിട്ടേണ്ട ഒരു റൈറ്റ് ആണ്. ഉം. അതാണ് ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്നത്. പിന്നെ ചെറിയ തുണിയാണെങ്കിൽ ക്രെഡിബിലിറ്റി. മാറ്റി കൊടുക്കും അല്ലേ? ആ, അതെ. എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യും, മാറ്റി കൊടുക്കാം. ചിലപ്പോൾ നന്നാക്കി കൊടുക്കും, അങ്ങനെ. ഇനി ക്രെഡിബിലിറ്റി, മൂന്നാമത്തെ ക്രെഡിബിലിറ്റി. എന്തായാലും ക്രെഡിബിലിറ്റി പറഞ്ഞാല് അറിയോ? ക്രെഡിബിലിറ്റി വല്ല ഐഡിയ ഓർമ്മയില്ല. ഉണ്ടോ? ഓർമ്മയില്ല. ഇല്ല. ആ, ക്രെഡിബിലിറ്റി പറഞ്ഞാൽ വിശ്വാസ്യത. വിശ്വാസ്യത എന്നൊക്കെ പറയാം നമുക്ക്. ഉം. വെച്ചാല് ആ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അത് നല്ലതായിരിക്കും, ഇത്ര കാലം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവില്ല. നിങ്ങളിപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളിപ്പോ ഒരു ഫോൺ വാങ്ങിച്ചു ഒരു കടയിൽ പോയിട്ട്. ആ. ആ ഫോൺ വാങ്ങിച്ചിട്ട് അതെന്ത് ചെയ്തു? അതൊരു 5 കൊല്ലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റി. ഉം. നിങ്ങൾ എന്തായാലും ഇനി അതേ ഷോപ്പിലേക്ക് ഒന്ന് പോയി നോക്കൂല ഒന്നും കൂടിയും? ഏ വാറന്റിയാ? വാറന്റി അല്ലടാ, വാറന്റി അല്ല. നമുക്കൊരു വിശ്വാസം ഉണ്ടാവും, ആ, ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം നല്ലതായിരിക്കും എന്നുള്ളത്. ഏ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫോൺ വാങ്ങിച്ചിട്ട് അത് 2 ദിവസം ആകുമ്പോഴേ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ പൊട്ടി തെറിച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മൾ ആ കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കുവോ? നോ. നമ്മളെന്താ പറയാ, ആ കടയിൽ നല്ല സാധനം എന്നല്ല, പൊട്ടി തെറിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പിന്നെ അങ്ങോട്ട് പോവുകയില്ല. എന്ത്? ചീത്ത സാധനം കടയിൽ കൊടുക്കണേന്ന് പറയും. അതെ, ചീത്ത കാണാൻ കൂടെ അതന്നെ, അത്രേ ഉള്ളൂ. അപ്പൊ ക്രെഡിബിലിറ്റി ആണ്, ആ ഒരു വിശ്വാസമാണ് നമുക്ക് നല്ല സാധനമായിരിക്കും. ഏഹ് അപ്പൊ അതെന്താണ്, അത് ഒരു കൺസ്യൂമറെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനമാണ്. നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ആ കടയ്ക്ക്, ഓരോ കടയ്ക്ക് അല്ലെങ്കിൽ ഓരോ ഇതിനും എന്ത് ചെയ്യും, നമുക്കൊരു വിശ്വാസ്യത ഉണ്ടായിരിക്കും. നമ്മൾ ആ ഓൾറെഡി ഉണ്ടെങ്കിലും ആ ചിലപ്പോൾ വിശ്വാസം നല്ലതായിരിക്കും, അല്ല മോശമായിരിക്കും. അതാണ് പറയുന്നത് ക്രെഡിബിലിറ്റി. ഇനി നോക്കിയേ, അക്യൂറസി ഇൻ മെഷർമെന്റ് ആൻഡ് വെയ്. ഇപ്പൊ നമുക്ക് എന്താ പറയാ, ചിലവരുണ്ട് ഒരു കിലോയ്ക്ക് പഞ്ചസാര വാങ്ങിച്ചു വെക്കുക. ചിലപ്പോൾ അയാൾ 900 ഗ്രാമിന്റെ കട്ടയാണ് വെച്ച് തൂക്കിയെങ്കിൽ നമ്മൾ അറിയോ? Yeah. മനസ്സിലായ? ഉം. ഈ തൂക്കി വിൽക്കുന്ന സാധനത്തിലൊക്കെ കൃത്രിമത്വം കാണിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാ? ആ. പച്ചക്കറി വാങ്ങിക്കുമ്പോ അതിന്റെ അടിയിൽ എന്തോ വെക്കുന്നു. മറ്റേ എഴുതി കാണിക്കല. പച്ചക്കറിന്റെ ഹലോ, സാർ. ഇവിടെയാ? കാണുന്നുണ്ടാ? ആ, ഓക്കെ. കേൾക്കുന്നില്ലേ? ആ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. ആ, എന്തോ വൈഫൈ എന്തോ ഇതായതാ. ഞാൻ പേടിച്ചു പോയി, എല്ലാരും സ്റ്റക്കായിരിക്കണ്. എല്ലാവരും എന്താ പറ്റി? സാറാണ് ആ, സ്റ്റക്ക് ആയത്. സാറാണ് സ്റ്റക്ക് ആയത്.
അതെ, ഞാൻ സ്റ്റക്കായി, നിങ്ങളിൽ ഞാൻ സ്റ്റക്കായി, എൻ്റെ നിങ്ങൾ സ്റ്റക്കായി. അതാ പറയുന്നത്. ഓക്കെ. ഇതിൽ പറയുന്നത് അക്യൂറസി ഇൻ മെഷർമെന്റ് വെയിറ്റിംഗ് എന്ന് വെച്ചാല് വെയിറ്റിംഗ് കണക്കൊക്കെ ചിലവര് എന്താ പറയാ ഒരു കിലോയ്ക്ക് പകരം ചിലപ്പോ 900 ഗ്രാമൊക്കെ തരും. പച്ചക്കറി വെയിറ്റ് കൂട്ടിയിട്ട് വെയിറ്റ് കൂട്ടിയിട്ടാ. അല്ല കുറച്ചിട്ട് എന്തോ പൈസ ആ അതെങ്ങനെയാ വെച്ചാല് പണ്ട് കാലത്തൊക്കെ എന്താ പറയാ ഈ കല്ലോണ്ടല്ലേ തൂക്കിയത്, മറ്റേ ഇതൊക്കെ വെച്ചിട്ട് കട്ട വെച്ചിട്ട് ആ ഇത്ര അപ്പൊ അതിന്റെ ഗ്രാമിന്റെ അടിയിൽ കട്ട എന്നൊക്കെ പറഞ്ഞിട്ട് കാന്തം വെക്കും. കാന്തം മീനിന്റെ അതിലൊക്കെ കുറെ എന്ത് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റ് വെച്ച് പറ്റി. അതന്നെ അമ്പടെ കുളുസോ, നല്ല അറിവാണല്ലോ ഇതൊക്കെ. എവിടെന്ന് കിട്ടുന്നതൊക്കെ? ടിവിയിൽ കണ്ടതാണ്. ആ ഒക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതാ പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്താ പറയാ കട്ട വെച്ചിട്ട് തൂക്കേട്ടൊക്കെ വെച്ച് തൂക്കുമ്പോ എന്തായിരിക്കും അതിന്റെ ഉള്ള കുറച്ച് ബുദ്ധി എന്താ പറയാ, അത് മാഗ്നറ്റ് വെക്കുമ്പോ അതങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. അപ്പൊ ഓക്കെ ഇത്ര വെയിറ്റ് ആയി, കറക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് കൊടുക്കും അല്ലേ? ആ അപ്പൊ അങ്ങനെയുള്ള കുറെ ചതിവുകൾ കാര്യമുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, അങ്ങനെ ഒന്നും വരാതെ കൃത്യമായിട്ടുള്ള വെയിറ്റ് ആൻഡ് മെഷർമെന്റ് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഒരു കൺസ്യൂമറിന് അതിലുള്ള കള്ളത്തരൊന്നും കാണിക്കരുത് എന്നുള്ളതാണ് 4ാമത്തെ റൈറ്റ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ പാഠം. ഓക്കേണാ? ഈ പാഠം ഒക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെയാണ് അർജുന, നിങ്ങക്ക് പോണ്ടേ? ആ എന്തൊക്കെ പരിപാടി എന്നിട്ട് പോയിട്ട്? ഉത്സവല്ലേ, പോയിട്ട് അവിടെ പോയി ഐസ്ക്രീം കഴിക്കും. ഓ, എന്നിട്ട് ഐസ്ക്രീം കഴിക്കാനാണ് ഈ പോണത് ഉത്സവത്തിന്? പിന്നെ ഞാൻ തൊണ്ട പിന്നെ പിടിക്കില്ലേ തൊണ്ട പിടിക്കില്ലേ ആ പനിയാണ്. സാറേ. ഒന്നുമില്ല. അതെ അതെ അതെ, ഈ നേരത്തെ കഴിക്കാൻ തൊണ്ട പാടില്ല. തൊണ്ട പ്രശ്നം ഉണ്ട് കേട്ടാ. അതൊന്നും പ്രശ്നമല്ല. നമ്മള് ഈ എന്ത്? സമയത്ത് കഴിച്ചതിനുണ്ടാവും. അതൊന്നും നമ്മൾ നോക്കലില്ല. ഉത്സവം ടൈമിൽ അങ്ങനത്തെ ഇടക്കല്ലേ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. തിന്നുള്ളൂ. ആ ഓ ഓ അതെ അതെ ഓ അതെ അതെ അതെ, ഇടയ്ക്കല്ലേ തിന്നുന്നുള്ളൂ. ആരാണ് ഇടയ്ക്ക് തിന്നണത്? ഇടയ്ക്ക് എന്താ പറയാ ഈ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്ന ആളാ? ഫ്രിഡ്ജിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് കളഞ്ഞു. പനിയായി. കളഞ്ഞ ഏ അത് ഉഷാറായി. പക്ഷെ ഇനി വരും അതാണ് ഇനിയിപ്പോ സാറ് ചൂട്. പറഞ്ഞത്, എടുത്ത് വെച്ചതാണ്. എന്റെ അമ്മേ, എനിക്ക് വയ്യ. ഇനിയിപ്പോ ചൂടുകാലാകുമ്പോ വരും എന്തായാലും. പുതിയ പനി ഇറങ്ങിയാല ഏത് പനി? തൊണ്ടവേദന. പുതിയ പനി ഇറങ്ങി. ഉമിപ്പനിയാ. എന്ത്? ആ ചുമയുണ്ടാവും, ജലദോഷം ഉണ്ടാവും. ഇത് ആരാ പറയുന്നത്? അതിന്റെ ഇടയിൽ എന്തോ പറഞ്ഞല്ലോ, ഷെസൂറ പറഞ്ഞ? അല്ല, അതിരേവ് ആദ്യം പറഞ്ഞേ എന്താ നീ പറ. നിങ്ങൾ എല്ലാരും സ്റ്റക്കായി നിക്കണോ? ഒന്നും കാണില്ല. അത് നിന്റെ പ്രശ്നമായിരിക്കും. ഇവിടെ എല്ലാരും മൂടാണ്. ഓക്കെ. എന്നാ ഉത്സവത്തിന് പോകേണ്ടവരൊക്കെ ഉത്സവത്തിന് പോട്ടെ. അർജുന എന്തെങ്കിലും വാങ്ങിക്കുവോ? കളിക്കണം എന്തെങ്കിലുമൊക്കെ? അങ്ങനെയൊന്നുമില്ല. ചിലപ്പോ പൊരി വാങ്ങിക്കും. പൊരി വാങ്ങിച്ചിട്ട് ഞാനൊരു സാധനം കുറച്ച് കാണിച്ചോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാധനം വാങ്ങിച്ചു. എന്ത് സാറേ, എന്താന്ന് പറയാൻ പറ്റുമോ? സാറേ, പറ. ഞാൻ ലെഫ്റ്റ് അടിച്ചോട്ടെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, പൊക്കോ പൊക്കോ കേട്ടോ, പൊക്കോ. ഞാനൊരു സാധനം വാങ്ങിച്ചിരുന്നു. എന്താ അറിയോ? എന്ത് ഗസ് അടിക്കാൻ പറ്റുമോ? തോക്ക തോക്ക തോക്കല്ല തോക്കല്ല. തോക്ക് ചീട്ട്, പോലത്തെ വേറെ. കാറാ അല്ലല്ല. കാറ്. ഓ ഇതാ കണ്ടാ? കാണുന്നുണ്ടാ? കാണുന്നില്ല? ഇല്ല ഇല്ല, കാണല്ല. കാരണം ബാക്ക്ഗ്രൗണ്ട് കോൺഫിഡൻസ് കൊണ്ട് കാണുന്ന പോലും ഇല്ല. പണ്ട് കാലത്തെ കാറല്ലേ ഇത്? അംബാസിഡർ ആണ്. കാണുന്നുണ്ടാ? ഹോട്ട് വീൽസ് ആണ്. ഹോട്ട് വീലാണ്. ഹോട്ട് വീൽസ് ഒന്നല്ല, ഇത് സാധാ കാറാ, ബാക്കോട്ട് വലിച്ചിട്ട് വിടുന്ന. പക്ഷെ ഒരു പൈസ ഹോട്ട് ഉണ്ട്. വീൽസ് വേറെ ഹോട്ട് വീൽസ് വാങ്ങിക്കേ. ഹോട്ട് വീൽസ് എത്രയാണ് അതിന്? ഹോട്ട് വീൽസിന് 100 രൂപയാവും ഒരെണ്ണത്തിന്, കുഞ്ഞിക്കാറിന്. അത് സാധാരണ കടയിൽ ഇത് അത് ചെറുത്. ഇപ്പൊ ഹോട്ട് വീൽസ് എന്ന് പറഞ്ഞത് മറ്റേ ഇതൊക്കെ ആയിരിക്കും, ബാറ്ററി വെച്ചിട്ടൊക്കെ അല്ലേ? ബാറ്ററി വെച്ചിട്ടൊന്നല്ല ഹോട്ട് വീൽസ്. ഇത് ഞാൻ വാങ്ങിച്ച ഇത് എത്ര? ഇത് 350 രൂപ. 350 രൂപയാ? എടാ എനിക്ക് ഭയങ്കര ഇഷ്ടാടാ ഇങ്ങനത്തെ കാറൊക്കെ. ഞാൻ ശരിക്ക് ക്ലോക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ടാ കടയിൽ പോയെ. അപ്പൊ ഇത് കണ്ടപ്പോ ഇത് കണ്ടപ്പോ എന്താ, എനിക്ക് ഭയങ്കര ഇഷ്ടായി. അങ്ങനെ വാങ്ങിക്കണ്ട ഞാൻ എന്ത് ചെയ്തു,
എനിക്ക് എനിക്ക് സാലറി എനിക്ക് സാലറി കിട്ടിയിരുന്നു. അപ്പൊ എനിക്ക് തോന്നി എനിക്കിത് വാങ്ങിക്കണം എന്ന് തോന്നി. ഞാൻ സാർക്ക് എത്ര അങ്ങനെ ഞാൻ സാലറി? വാങ്ങിച്ചത്. ഇവിടെ അതൊക്കെ കിട്ടുമല്ലോ ആവുമ്പോ 40 രൂപക്ക് ഇങ്ങനത്തെ കാറ്. അതും വലിച്ചൂടുന്നത്. അത് കിട്ടും. പക്ഷെ ഇത് എങ്ങനെ വർക്ക് ചെയ്യണേ? എടാ ഇത് ബാക്കോട്ട് ഇങ്ങനെ വലിച്ചിട്ട് ആ മറ്റേ ചെറുത് അതെങ്ങനെ ആക്കിട്ട് കേട്ടില്ലേ? ചെന്നാക്കുന്നില്ലേ? ആ എന്റെ അതാണ്. കയ്യില് കൊറേ ഉണ്ടായിരുന്നു. ഞാൻ ചെറുതായിരിക്കും വാങ്ങിക്കും. എനിക്ക് ജോലിയൊക്കെ ആവട്ടെ. എനിക്ക് ജോലിയൊക്കെ ആയിട്ട് വേണം ചെറുതായിരിക്കും എന്റെ പോകാൻ. കയ്യിലുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കിണറ്റിലിട്ടു. കിണറ്റില്ല. എന്തിനു കിണറ്റിലിടുന്നത്? എനിക്ക് അതും വിവരമൊന്നും സാറേ ഉണ്ടായിരുന്നില്ല. പോട്ടേന്നാ. ഓ ശരി ശരി. ടാറ്റ മോനെ. ശരി, പോയിക്കോ ടാറ്റ. പോയിക്കോ. ഓ ടാറ്റ ടാറ്റ. ശരി, താങ്ക് യു സാർ. പോയിക്കോ. ബൈ. ടാറ്റടാ. ബൈഡാ അർജുനെ. എൻജോയ് എൻജോയ്. പോട്ടെ. ഓക്കെ. എന്നാ അങ്ങനെയാണെങ്കിൽ അതെ നമുക്ക് ഇനി കുറെ പാഠം തീർക്കാനുണ്ട്. നമുക്കൊരു സ്പെഷ്യൽ ക്ലാസ് വെച്ചാലോ? എന്നാ വെക്കാം നമുക്ക്? സൺഡേ വെക്കാൻ പറ്റുമോ? സൺഡേ 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 ശനിയാഴ്ച ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക്? എപ്പോഴാ ക്ലോസ്? എന്ത് എപ്പോഴാ ക്ലാസ്? എപ്പോഴാ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ടൈമില്ല. നിങ്ങൾ പറയും പോലെ നിങ്ങൾക്ക് എപ്പോഴാണോ ഓക്കെ ആവുന്നത് അപ്പോഴൊക്കെ വെക്കാം. ഉച്ചക്ക് വേണ്ടാട്ടാ. ഉച്ചക്ക് അമ്മയ്ക്ക് പരീക്ഷയുണ്ട്. ഓ ഓ, ശരി ശരി. ഓക്കെ. ഫോൺ പറ്റില്ല. എപ്പോഴാടാ വെക്കുക? ഒന്ന് പറഞ്ഞേ എല്ലാരും ഒന്ന്. രാവിലെ വെച്ചാ കുഴപ്പമില്ല. രാവിലെ വൈകുന്നേരത്ത് വെച്ചാൽ കുഴപ്പമില്ല. സൺഡേ വെക്കാൻ പറ്റുമോ? സൺഡേ സൺഡേ ഉണ്ട് അമ്മയ്ക്ക് പരീക്ഷ. സാറേ നാളെ വെക്കാൻ പറ്റുമോ? നാളെ നാളെ ശനിയാഴ്ച അല്ലേ? സൺഡേ വെക്കാൻ നാളെ പറ്റും. സൺഡേ വെക്കാൻ പറ്റും. രാവിലെ സൺഡേ ഒന്നും വെക്കാൻ പറ്റില്ല. നെവർ. അവന് പള്ളിയിൽ പോകാനുള്ളതാണ്. സൺഡേ വെക്കാൻ പറ്റൂല. അല്ലേ? എന്താണ് ഇങ്ങനെ? ആം ഐ കറക്റ്റ്? ശനിയാഴ്ച വെച്ചാ പോരെ? അയ്യോ അടുത്ത നിന്നെ പള്ളിയിൽ പോകല്ലേ? നാളെ രാവിലെ പറ്റൂല. നാളെ രാവിലെ മതി. സാറേ നാളെ രാവിലെ പറ്റൂല. സൺഡേ ഉച്ചയ്ക്ക് ശേഷം വെച്ചാലോ? സൺഡേ ഉച്ചക്ക് ശേഷം ലാപ്ടോപ്പ് കിട്ടും. പ്രാർത്ഥനയില്ലേ നാളെ? ഓക്കെ ഓക്കെ. കേറാൻ പറ്റത്തില്ല. കയറാൻ പറ്റത്തില്ല. ഉച്ചയ്ക്ക് കയറാൻ പറ്റില്ല. പറ്റത്തില്ല. ഉച്ചക്ക് എന്നാ 7:30 തന്നെ വെച്ചൂടെ? 7:30 ഇന്ന് സൺഡേയോ? സൺഡേ ഓക്കെ. സൺഡേ 7:30 വെക്കട്ടെ ഞാന്. ഞായറാഴ്ച രാത്രി 7:30. ഓ ഓക്കെ. നാളില്ല. സൺഡേ കേട്ടാ. സൺഡേ സൺഡേ. ഓക്കെ ഓക്കെ. എന്നാ അങ്ങനെയാണെങ്കിൽ എന്നാ ഇപ്പൊ ലീവ് ചെയ്തോ കേട്ടാ. ബൈ ബൈ. ഓക്കെ ശരി. ബൈ ബൈ. അതെ ശരി. ഓക്കെ ഗുഡ് നൈറ്റ്. ഓക്കെ ശരി എന്നാ.